ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ഇസ്രയേൽ അമേരിക്ക സംയുക്ത സൈനിക നീക്കത്തിന് പിന്നിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ഇസ്രയേൽ അമേരിക്ക സംയുക്ത സൈനിക നീക്കത്തിന് പിന്നിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ഈ ദൗത്യത്തിന് തൊട്ടുമുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഈ നീക്കങ്ങൾക്കൊക്കെ ആക്കം കൂട്ടിയത്. ഖമേനി കൊല്ലപ്പെട്ടതിന് 48 മണിക്കൂർ മുമ്പായിരുന്നു ഈ നിർണായക ചർച്ച നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഖമേനിയെ വധിക്കാനുള്ള പദ്ധതി നെതന്യാഹുവാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത്. 2024 തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിനെ വധിക്കാൻ ഇറാൻ നടത്തിയ ഗൂഢാലോചനകൾക്ക് പ്രതികാരം ചെയ്യാനും ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഇതിലും മികച്ച അവസരം ലഭിക്കില്ലെന്ന് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തി. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ ഇറാനിൽ ഖമേനി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ ട്രംപ് ആക്രമണത്തിന് പച്ചക്കൊടി കാട്ടുകയായിരുന്നു. ഫെബ്രുവരി 27-നാണ് സൈനിക നീക്കത്തിന് ട്രംപ് അന്തിമ ഉത്തരവ് നൽകിയത്. തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ ഇറാനിൽ നടന്ന ബോംബാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടു. അന്ന് വൈകുന്നേരത്തോടെ ട്രംപ് തന്നെ ലോകത്തെ ഈ വിവരം ഔദ്യോഗികമായി അറിയിക്കുകയുമായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഇസ്രയേലിന്റെ കറുത്ത കൈകൾ തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.